എയ്ഡഡ് അധ്യാപക നിയമനം തടഞ്ഞ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കടന്നാക്രമിച്ചു കത്തോലിക്ക സഭ. ശിവൻകുട്ടി നായരല്ല LDFന്റെ വിദ്യാഭ്യാസ മന്ത്രിയെന്ന് സഭയുടെ മുഖപത്രം ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിച്ചു. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്കൂളുകളിലെ നിയമനങ്ങൾ അംഗീകരിച്ചിട്ടും മറ്റ് മാനേജ്മെന്റുകളുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നതാണ് സഭയെ പ്രകോപിപ്പിക്കുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിൽ എത്തിക്കരുത് എന്ന തലക്കെട്ടിൽ ദ്വിജൻ എന്ന പേരിലാണ് ദീപികയിലെ ലേഖനം. മന്ത്രി വി ശിവൻകുട്ടി NSSന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്ന ശിവൻകുട്ടി നായർ എന്ന പോലെയാണ് പെരുമാറുന്നതെന്ന് ലേഖനത്തിന്റെ തുടക്കത്തിൽ പറയുന്നു. ശിവൻകുട്ടി നായരല്ല LDFന്റെ വിദ്യാഭ്യാസ മന്ത്രിയെന്ന് ഓർക്കണം. അധ്യാപക നിയമന വിഷയത്തിൽ മന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും ഇക്കാര്യം മറന്ന പോലെയാണ്. അയ്യപ്പ സംഗമത്തെ സുകുമാരൻ നായർ പിന്തുണച്ചപ്പോൾ ഉണ്ടായ അനുകൂല സാഹചര്യത്തെക്കാൾ 4 ഇരട്ടി അപകടം ഇതുണ്ടാക്കും. കത്തോലിക്ക സഭയ്ക്കെതിരായി സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും NSSും ഒരുപക്ഷത്ത് നിൽക്കുന്നു എന്ന രീതിയിലാണ് ലേഖനത്തിലെ പരാമർശങ്ങൾ. ശിവൻകുട്ടി സ്വന്തം കുഴികുത്തുകയാണെന്ന് പറയുന്ന ലേഖനം തങ്ങളെ സർക്കാരിനെതിരെ നിവർത്തന പ്രക്ഷോഭത്തിന് നിർബന്ധിക്കരുതെന്ന് മുന്നറിയിപ്പും നൽകുന്നു. ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശ്വാസം മുട്ടിച്ചാൽ തിരിച്ചടിയുണ്ടാകും. സർസിപിക്ക് 1947-ലും മുണ്ടശ്ശേരിക്ക് 1957-ലും MA ബേബിക്ക് 2006-ലും ഉണ്ടായതോർക്കണം. NSSന് ലഭിച്ച നിയമനാവകാശം മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വേരിറക്കുന്ന പണിയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ലേഖനം പറയുന്നു. മീഡിയ 1 കൊച്ചി.